ഹായ് ഫ്രണ്ട്സ്, മഴയൊക്കെ ഉണ്ടോ? ഇവിടെ ഇന്നലെ തിരുവനന്തപുരം നല്ല മഴയായിരുന്നു. അപ്പോൾ വൈകിട്ട് വരെ നല്ല മഴയായിരുന്നു. ഇന്ന് കുറച്ച് തോർച്ചയുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിരിക്കും. ഒരു റെസിപ്പിയാണ് അത്. റെസിപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഡെയിലി വീട്ടിൽ കുക്ക് ചെയ്യുന്ന സംഭവമാണ്. പ്രത്യേകിച്ചൊരു മഹാസംഭവമൊന്നും അല്ല. നമ്മുടെ നെത്തോലി മീൻ അത് പീര വറ്റിച്ചതാണ്. എനിക്കിങ്ങനെ കുറച്ചങ്ങോട്ടൊക്കെ വടക്കോട്ടൊക്കെ കൊഴുവ വറ്റിച്ചത് എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എല്ലാവരും ചോദിക്കും എന്തായാലും ഇത്ര പ്രത്യേകത എന്നുള്ളത്. ഒരു പ്രത്യേകതയില്ല, വെറുതെ നമ്മളെ വീട്ടിലുണ്ടാക്കിയ ഒരു കാര്യം ഇങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൂടെ ഓട്ടോയിലും പിന്നെ ടൂ വീലറിലൊക്കെ ഇങ്ങനെ മീൻ വിൽക്കുന്ന ചേട്ടന്മാർ പോകും. അങ്ങനെ ഒരു ടൂ വീലറിൽ വന്ന ഒരു ചേട്ടനിൽ നിന്ന് വാങ്ങിയ നെത്തോലി മീനാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിനെ സംബന്ധിച്ച് ചില വീടുകളിൽ മീൻ മസ്റ്റായിരിക്കും. മീനുണ്ടെങ്കിൽ ചോറ് കഴിക്കും, അങ്ങനെയുള്ളവരൊക്കെ കാണും. അപ്പോൾ ഇവിടെ അങ്ങനെ മീൻ മസ്റ്റല്ല, വൺസ് ഇൻ എ വൈൽ അങ്ങനെ വന്നു പോകുന്ന സംഭവമാണ് മീൻ, നോൺ വെജൊക്കെ. അപ്പോൾ അങ്ങനെ വാങ്ങുന്നെങ്കിൽ തന്നെ 2-3 ഐറ്റം ഉണ്ട്. അതായത് കണവ, നെത്തോലി, നവര, വാള ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വാങ്ങുന്നത്. 3-4 ഐറ്റേ വാങ്ങാറുള്ളൂ. അങ്ങനെ നെത്തോലി മീൻ കിട്ടി. അപ്പോൾ നല്ല മഴയും ഉണ്ട്. അപ്പോൾ ഇത് മേടിച്ചിട്ട് കഴുകി വൃത്തിയാക്കി ഫ്രൈ ആക്കാം എന്നാണ് വിചാരിച്ചത്. കുഞ്ഞുമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കറി വയ്ക്കാൻ നിൽക്കേണ്ട, വേഗം ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു, ജോലി നേരത്തെ കഴിക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഇവിടെ പുളിഞ്ചിയുണ്ട്. പിന്നെ ഒരു പുളിഞ്ചി, അത് മതിലിനോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ വെട്ടി മുറിച്ച് മാറ്റും. അങ്ങനെ അതിൽ നിന്ന് തിളിർപ്പൊക്കെ വന്നിട്ട് അതിലിങ്ങനെ പുളിഞ്ചിക്കണുണ്ട്. അപ്പോൾ പിന്നെ ഫ്രൈ അങ്ങ് ക്യാൻസലായി. എന്നാൽ പിന്നെ ഒരു നല്ലൊരു മീൻ കറി വയ്ക്കാം എന്ന് ചിന്തിച്ചു. അങ്ങനെ മീനെല്ലാം ഇങ്ങനെ കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ്. വീടിൻ്റെ മുറ്റത്തിരുന്ന് തന്നെയാണ് വൃത്തിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മീൻ വീടിന് പുറത്ത് അടുക്കളയുടെ പുറത്തായിട്ടൊക്കെ നിങ്ങൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ പൂച്ച, കോഴി, നായൊക്കെ ഉണ്ടെങ്കിൽ അവർ വന്ന് ചുറ്റിപ്പറ്റി നമ്മളെ കൂടെ കൂട്ടായിട്ട് നിൽക്കും അല്ലേ, അത് കഴിയണവരെ. അപ്പോൾ അവരോട് മിണ്ടിയും പറഞ്ഞൊക്കെ നമുക്ക് ജോലി ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നില്ല, വളരെ ഈസിനെസ് തോന്നും. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ നിലവിലൊരു 5 കോഴിയാണുള്ളത്. 2 വലിയ കോഴി, 3 കുഞ്ഞിക്കോഴി. ഈ കുഞ്ഞിക്കോഴി എന്ന് പറഞ്ഞാൽ അടുത്തിടെയായിട്ട് നമുക്ക് ഈ ഗ്രാമസഭ കൂടിയിട്ട് ഓരോ പദ്ധതി പ്രകാരം കിട്ടുന്ന 5 കുഞ്ഞുങ്ങളാണ്. 5 കുഞ്ഞുങ്ങൾ കിട്ടി. അതിൽ 3 പൂവനും 2 പിടയായിരുന്നു. പക്ഷേ സംഭവം നമ്മൾ തന്നെ വളർത്തി വലുതാക്കി എടുക്കണം. ഈ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന നായ്ക്കളുണ്ട്, അതിൻ്റെ ശല്യമുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലം ആയിക്കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് വയലും ഒക്കെയാണ്. അപ്പോൾ അവിടെ നിന്ന് ചുറ്റുപതിലില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കയറി വന്ന് ഇതിനെ പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ നിലവിലിപ്പോൾ നമുക്ക് 3 കുഞ്ഞിക്കോഴി, 2 വലിയ കോഴിയാണ് ഉള്ളത്. ഇതിലേറ്റവും ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ ഈ 2 വലിയ കോഴികളും അവർ ഈ കുഞ്ഞിക്കോഴിയെ അടുപ്പിക്കില്ല. അവർ തമ്മിൽ ചകടയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ പിന്നെ അതിൽ ഒരു കോഴി പിന്നെയും ഭേദമാണ്. കാരണം അത് റീസെൻ്റായിട്ട് അടയിരുന്നതുകൊണ്ട് കുറച്ച് വാത്സല്യവും ഒരു സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ട്. പക്ഷേ മറ്റേ കോഴി ഒരു കാരണവശാലും കുഞ്ഞു കോഴികളെ തീറ്റ കഴിക്കാനും ഒന്നും അടുപ്പിക്കില്ല. അപ്പോൾ ഞാൻ ഈ മീനിൻ്റെ തലയും വാലിങ്ങനെ വേസ്റ്റൊക്കെ, അല്ലെങ്കിൽ അതിൽ വരുന്ന വേറെ മീനൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഐറ്റം മീനുകളൊക്കെ ഇതിൽ ഇവിടെ മിക്സായിട്ട് വരും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു കോഴികളെ അടുപ്പിച്ചിട്ടില്ല. പിന്നെ എനിക്കൊന്നും ഇപ്പോൾ എല്ലായിടവും സ്ഥലപരിമിതി ഉണ്ടല്ലേ. അപ്പോൾ ഇടുങ്ങിയ വീടുകളും മുറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തിരുന്ന് കഴുകുക, എടുക്കുക എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നടപ്പുള്ളതല്ല. അപ്പോൾ ഈ കോഴികൾ ഇത് കഴിച്ച് കഴിഞ്ഞതും കുറച്ച് കഴിഞ്ഞപ്പോൾ പൂച്ച വന്നു. അപ്പോൾ പൂച്ചയൊന്നും അടുപ്പിക്കാറില്ല, എന്നാലും കുറച്ച് അവർക്ക് മതിയായതുകൊണ്ട് തന്നെ പൂച്ചയും വന്ന് കഴിക്കുകയാണ്. കുറച്ചങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇച്ചിരിയൊക്കെ സ്ഥലം ഉള്ളവർ പുറത്തൊക്കെ വെച്ച് നമ്മളിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ജീവികൾക്ക് അതൊരു ആഹാരമാവും. അപ്പോൾ തന്നെ ക്ലീനിങ് പ്രോസസ്സ് നടക്കും. നമുക്ക് മനസ്സിനൊരു സന്തോഷം. ഇവരോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഒരു ജോലി ചെയ്യുന്നതായിട്ട് തോന്നുന്നു. അത് ഈ ജോലിയിൽ ഏത് ജോലിയായാലും നമ്മൾ കുറച്ച് സമർപ്പണത്തോടു കൂടി വളരെ എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ജോലി വളരെ മനോഹരമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. മനസ്സിനും ഒരു സന്തോഷം. അത് ജോലി ചെയ്തതായിട്ടൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയല്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് ചെറിയ ഐറ്റം മീനൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇതിനെ ഉള്ളി കഴിക്കാൻ ഇഷ്ടമാണ് എല്ലാവർക്കും, പക്ഷേ ഇതിങ്ങനെ ഉള്ളിയൊക്കെ എടുക്കണ്ടേ എന്നുള്ളൊരു വിഷമം വരും. അപ്പം അത് ഒഴിവാക്കാനാണ്. അതായിരിക്കണം നമ്മുടെ പഴമക്കാരൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങി പ്രകൃതിയോട് ചേർന്ന് നിന്നല്ലേ എല്ലാ ജോലി. ഒരു തേങ്ങ പൊളി അതിങ്ങനെ പൊതിച്ചെടുക്കണമെങ്കിലും പുറത്ത് പോയി, പാരയൊക്കെ പുറത്തായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്, പുറത്ത് നിന്ന് അത് പൊതിച്ചെടുക്കുന്നു.
അങ്ങനെ മിക്ക കാര്യങ്ങളും ഓപ്പണായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതല്ല, ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് അടുക്കളയ്ക്കായി തായിപ്പോൾ ഇപ്പം നമുക്ക് തന്നെ ഒരു ഒറ്റപ്പെടൽ പോലെ ഒരു ഫീൽ ചെയ്യും, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന ഒരു ഫീൽ. അപ്പോൾ അത് ഒഴിവാകാൻ ഉള്ള ഒരു ടിപ്പാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ മീനൊക്കെ നന്നാക്കി എടുത്തു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് പുളി അല്ലേ, അതായത് പുളിഞ്ചിക്ക, പിന്നെ എന്താണ് അത് പോയിട്ട് അതെടുത്തു. പിന്നെ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും വടക്കോട്ട്, ഞാൻ ആ പേരാണ് ഓർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുളിഞ്ചിക്ക എടുത്തു. പുളിഞ്ചിക്ക, മാങ്ങ, മുരിങ്ങയ്ക്കൊക്കെ ഞങ്ങൾ തിരുവനന്തപുരം സ്റ്റൈൽ മീൻ കറി വയ്ക്കുന്നതിൽ ഉൾപ്പെടുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അപ്പോൾ പിന്നെ പുളി നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. സാധാരണ നമ്മൾ മീനിൽ പുളി പിഴിഞ്ഞ് അല്ലെങ്കിൽ അരച്ചൊക്കെ ചേർക്കാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ചേച്ചിയുടെ അടുത്ത് നിന്ന് തന്നെ കുറച്ച് ഉടങ്കല്ലി മുളകും, അതും ഉസ്താദാണ്, ഭയങ്കര ടേസ്റ്റാണ്. ആ മീൻ കറി മതി നമുക്ക് പുട്ട്, ദോശ, മീൻ, പിന്നെ എന്താണ് ഇതുണ്ടല്ലോ പുഴുക്കുകളുണ്ടല്ലോ, ചക്ക മരിച്ചിനതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് ഈ ഉടങ്കല്ലി മുളക്, കന്നമ്പട്ടി മുളക് എന്നൊക്കെ പറയും. ഭയങ്കര എരിവാണ്, പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ തേങ്ങയൊക്കെ തിരുകി റെഡി, എല്ലാം ഒന്നും ഇൻസ്റ്റൻ്റില്ല, നമ്മളതൊക്കെ നേരത്തെ തിരികെ അങ്ങനെ വെച്ചിരിക്കുന്നില്ല. തേങ്ങയൊക്കെ തിരികി ഇത് റെഡിയാക്കി അടുപ്പിൽ വെച്ചു. പിന്നെ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞ അതൊരു തമാശയായി പോകും, എന്നാലും പറയണം. ആരെങ്കിലും നമ്മളെ പുതിയ കൂട്ടുകാർ, അതായത് വയ്ക്കാനൊന്നും അറിഞ്ഞുകൂടാത്ത, കുക്കിംഗ് അറിഞ്ഞുകൂടാത്തവർ കാണുമല്ലോ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ട്. അതായത് ഇച്ചിരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മൾ പുളിഞ്ചിക്ക് ചേർക്കണതുകൊണ്ട് പുളി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്, ഇഞ്ചി വേണമെങ്കിൽ ഇച്ചിരി ഇഞ്ചി ഇതിൽ ചേർക്കുക, അല്ലെങ്കിൽ അരിഞ്ഞ് ചേർക്കുക ചെയ്യുക. ഇതിൽ ഞാൻ ഇഞ്ചി ചേർത്തിട്ടില്ല. ഉപ്പ്, പിന്നെ കറിവേപ്പില ഇത്ര അരച്ച് കുറച്ചൊരു തോരൻ്റെ അവിയലിൻ്റെ ഇടയ്ക്കുള്ളൊരു പരുവത്തിൽ അരച്ച് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി മിക്സാക്കി അടുപ്പി വെച്ച് ആദ്യം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തിള വരും. തിള വരുമ്പോൾ ഒന്ന് കൈ കൊണ്ട് ചുറ്റിക്കുകയോ അല്ലെങ്കിൽ തവി വെച്ചൊന്ന് ഓടയാതെയൊക്കെ ഇളക്കിയതിന് ശേഷം ഒരു 5 മുതൽ ഒരു 7-8 മിനിറ്റ് ഇരിക്കുമ്പോഴത്തേക്ക് നല്ല മീൻ കറിയാവും. നല്ല മണമൊക്കെ വരുമ്പോൾ കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പിന്നെ കാപ്പി, അതായത് പുട്ട്, ഞാൻ പറഞ്ഞല്ലോ ഇടിയപ്പം, ചപ്പാത്തി അതിൻ്റെ കൂടെയും പോവും, ചോറിൻ്റെ കൂടെയോ പിന്നെ മരിച്ചിനി പുഴുക്ക് അതിൻ്റെ കൂടെ കഴിക്കാം. നല്ലൊരു അടിപൊളി, എനിക്കൊരു കാൽസ്യമൊക്കെ റിച്ചായിട്ടുള്ളൊരു മീനും കൂടിയാണ് ഈ ചെറിയ മീൻ. അതാണ് നെത്തോലി ചെറിയ മീനല്ല എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിലെ പിന്നെ ഈ മുളക് പൊടി, മഞ്ഞപ്പൊടിയൊക്കെ എടുത്തിരിക്കുന്ന കുഞ്ഞ് കുഞ്ഞ് പാത്രങ്ങളുണ്ടല്ലോ, നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. വെറുതെ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഇത് വളരെ നാച്ചുറലായിട്ട് എടുക്കുന്ന, ഒട്ടും ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു വീഡിയോ അല്ല. പക്ഷേ അത് എൻ്റെ മോനിങ്ങനെ കഴിഞ്ഞ വർഷം ഫുഡ് എക്സിബിഷൻ ഉണ്ടായിരുന്നു, ന്യൂട്രീഷ്യസ് ഫുഡിൻ്റെ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങി അതിങ്ങനെ എന്താണ് എടുത്ത് മാറ്റി വെച്ചിരുന്നു, ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത്, ഒരു സജഷൻ പോലെ അതിൽ വയ്ക്കാം മുളക് പൊടിയൊക്കെ, അല്ലാതെ ഞാനായിട്ട് എടുത്ത് വച്ചതല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞ് മീനൊക്കെ റെഡിയായത്, അമ്മേ ഭയങ്കര മഴ. അപ്പോൾ അത് കണ്ട് നിൽക്കാൻ നല്ല സൂപ്പറാണ്. ഞങ്ങളുടെ വീടൊരു ഓട് വാങ്ങിയ വീടാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജനാലക്കരി കൂടി ഈ മഴയൊക്കെ കാണാൻ സൂപ്പറാണ് കേട്ടോ, നല്ലൊരു ഫീലാണ്. അപ്പം നല്ലൊരു ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ മഴയുമൊക്കെ കണ്ട് പിന്നെ അങ്ങനെ ഇന്നലത്തെ ആ ഒരു ദിവസം പോയി. ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു. മീൻ കറി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയ കുറേ ഐറ്റം കറികൾ വേണ്ടാന്ന് തോന്നുന്നു. മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കും, ഒരു ഒഴിച്ചേറിയ ഒരു മീൻ കറി ഉണ്ടെങ്കിൽ വേറെ ഇങ്ങനെ കുറേ ഐറ്റംസ് വേണ്ട. അതാണ് നമ്മുടെ ഒരു മലയാളീസിൻ്റെ ഒരു എനിക്കൊരു മെജോറിറ്റീൻ്റെ ഒരു ഫുഡ് സ്റ്റൈല്. മീൻ കാണും, മീനിൻ്റെ ഒരു ഒഴിക്കാൻ അച്ചാർ, പപ്പടം അങ്ങനെയൊക്കെ പോകും. പക്ഷേ അത് മീനൊക്കെ നമുക്ക് കാൽസ്യം കിട്ടുന്നതൊക്കെ ശരിയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ പച്ചക്കറികളും കൂടി പിന്നെ നമ്മുടെ മീൽസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതിങ്ങനെ കറിയായിട്ട് കുറേ മസാലയൊക്കെ ചേർത്ത് കറിയാക്കി വയറിന് പണി കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സലാഡായിട്ടൊക്കെ നമുക്ക് അരിഞ്ഞ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പച്ചക്കറികൾ അതുപോലെ ഇലക്കറികൾ അതൊക്കെ നമുക്ക് എന്താണ് ഇച്ചിരി ചീരയോ അല്ലെങ്കിൽ മുരിങ്ങയിലോ അതൊക്കെ നമുക്ക് കിട്ടും. ചേമ്പില അങ്ങനെയൊക്കെയുള്ള ഇലകൾ എന്തെങ്കിലും വളരെ കുറച്ച് ക്വാണ്ടിറ്റി മതി, കൂടുതലൊന്നും വേണ്ട. നിങ്ങൾക്ക് വാരി ചൊന്നി ഞാൻ മീനും ക്ലീനാക്കിയിട്ട് ഇനി ഇലയൊക്കെ അങ്ങനെയല്ല, ഇച്ചിരി മതിയാവും. നമ്മൾ സദ്യക്കൊക്കെ കറി വിളമ്പില്ലേ ആ ഒരു അളവിൽ നമ്മൾ ഈ ഇലക്കറികളൊക്കെ ഉൾപ്പെടുത്തി കുറച്ച് സലാഡ് പോലെയൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പം കുഞ്ഞു മക്കളെ നമ്മുടെ ആഹാരത്തിൻ്റെ ശീലത്തിൽ നമ്മളിതൊക്കെ ഉൾപ്പെടുത്തണം.
പിന്നെ അയ്യോ മീൻ മാത്രം മതി, അല്ലെങ്കിൽ നോൺ വെജ് മാത്രം മതി, വെജിറ്റബിൾസ് കഴിക്കില്ല, ഇലക്കറി കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ കണ്ണിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും കുട്ടികളെ സംബന്ധിച്ച്. ഒരു വളർച്ചയുടെ ഘട്ടമാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു സന്തോഷമായിട്ട് ഇത് പറയുന്നതെന്നേ ഉള്ളൂ, ഷെയർ ചെയ്യുന്നുള്ളൂ. കഴിയുമെങ്കിൽ നിങ്ങളതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കുക. നമ്മൾ എന്തായാലും കുറച്ച് സമയം നമ്മൾ അവർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ വീട്ടുകാർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ അവരുടെ ഹെൽത്ത് കൂടി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ഇങ്ങനെയുള്ള പൊടിക്കൈകൾ നമ്മൾ ആ ഭക്ഷണത്തോടൊപ്പം ശീലമാക്കി കഴിഞ്ഞാൽ കുറച്ച് തൈര് നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തൈരും മീനും ഒക്കെ വിരുദ്ധാഹാരമാണ്, ഞാൻ പറഞ്ഞത് പൊതുവിൽ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു.